മാർക്കോ ഇറങ്ങി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് എല്ലാവരും ചെന്ന് അക്രമം ചെയ്യാണ്. ഒരിക്കലും സുരേഷ് ഗോപി പറഞ്ഞ പോലെ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ട് ഒരുപാട് സമൂഹം പയ്യന്മാർ ചീത്തയാവുന്ന പറഞ്ഞ് പുള്ളി ഒരു 4-5 കൊല്ലം സിനിമയിൽ അഭിനയിക്കായിരുന്നു എന്നും പറഞ്ഞ് ഈ നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ അവൻ തന്ത വൈബിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ തന്ത വൈബ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പിള്ളേരെല്ലാം കാണുന്ന ഫോണിൽ OTT കൂടെ എന്തെല്ലാം വൃത്തികേടുകൾ ഫോണിൽ കൂടെ കാണിക്കുക അതെല്ലാം നിരോധിക്കണം. ഒരിക്കലും അല്ല. കാരണം നമ്മൾ പണ്ടത്തെ കാലത്തും ഈ അക്രമമുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ സിനിമകളിലൊക്കെ ബലാത്സംഗം ഉണ്ട്. അപ്പോൾ ഈ കാണുന്നവരൊക്കെ ചെന്ന് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം അല്ല. അപ്പം നമ്മുടെയൊക്കെ ജീനിൽ അങ്ങനെയുള്ള ഒരു അക്രമവാസന ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ചെയ്യണം. മാർക്കോ ഇറങ്ങി എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട് എല്ലാവരും ചെന്ന് അക്രമം ചെയ്യണം. ഒരിക്കലും അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ഒരു ക്രിമിനൽ വാസന ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്നു എന്നല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഈ നിങ്ങൾ ഇടുന്ന വീഡിയോയുടെ അടിയിൽ തന്നെ അവൻ തന്ത വൈബിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ആ തന്ത വൈബ് ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ എൻ്റെയൊക്കെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാലഘട്ടത്തിൽ അത് നന്നായിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നന്നായിട്ട് നമ്മളെയൊക്കെ നിയന്ത്രിച്ചിരുന്നു. ഇപ്പോൾ അതൊന്നുമല്ല. ഇപ്പോൾ അധ്യാപകർ വടിയെടുക്കാൻ പാടില്ല, അച്ഛനും അമ്മയും വഴക്ക് പറയാൻ പാടില്ല. ഉടനെ അച്ഛനും അമ്മയും വഴക്ക് പറഞ്ഞാൽ പോലും ചൈൽഡ് ലൈനിൽ വിളിച്ച് അച്ഛനമ്മമാർക്കെതിരെ കേസെടുക്കും. അപ്പം ആ ഒരു നമ്മുടെ സിസ്റ്റം അങ്ങ് മാറി. നമ്മുടെ നിയമമായിട്ട് കുട്ടികളെ അങ്ങനെ ഇങ്ങനെയൊന്നും വഴക്ക് പറയാൻ പാടില്ല. അതിൻ്റെ നല്ല കുഴപ്പമാണ്. നമ്മൾ തന്ത വൈബും ഈ പറഞ്ഞ പിള്ളേർ പറയുന്ന തന്ത വൈബ് തിരിച്ചു വരണം. അല്ലെങ്കിൽ അധ്യാപകർക്ക് ഈ വടിയെ കൊടുക്കണമെന്ന് പറയാം. വടി വേണം. വടിയൊക്കെ ഉപേക്ഷിച്ചതിന് ശേഷമാണ് ഈ പിള്ളേർ തലതിരിഞ്ഞു പോയത്. അല്ല സിനിമ കണ്ടൊരിക്കലും ഈ പറഞ്ഞ പോലെ സമൂഹം നശിക്കുക അതൊന്നുമില്ല. എല്ലാം ഉണ്ട്. പണ്ടത്തെ കാലത്തും ഉണ്ട്. ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും സിനിമകളിലൊക്കെ എത്രയോ സിനിമകളിൽ കൊറിയൻ സിനിമകളൊക്കെ ഇപ്പോൾ അതെ അത് പിന്നെ ഇവർ ചെയ്തൊരു നല്ല കാര്യമായി. ഈ മാർക്കോസിയുടെ സിനിമ ഈ പറഞ്ഞ പോലെ നമ്മുടെ ചാനലിൽ നിരോധിച്ചു. അപ്പം അതേപോലെ OTT നിരോധിക്കണം. പിള്ളേരെല്ലാം കാണുന്ന ഫോണിൽ OTT കൂടെ എന്തെല്ലാം വൃത്തികേടുകൾ ഫോണിൽ കൂടെ കാണിക്കുക അതെല്ലാം നിരോധിക്കണം. അല്ലാതെ ഈ പറഞ്ഞ പോലെ സിനിമ കണ്ട ആരും നശിച്ചോ എന്നും പറയാൻ പറ്റില്ല. എത്രയോ എല്ലാവരും നശിക്കില്ല. അപ്പോൾ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇതിലുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ക്രൈംസിലോട്ട് പോവുള്ളൂ. അങ്ങനെയുള്ളൂ. അല്ലാതെ സിനിമ നിരോധിച്ചു എന്നും പറഞ്ഞുകൊണ്ട് സമൂഹം രക്ഷപ്പെടാൻ പോകണമെന്നില്ല. പണ്ട് സുരേഷ് ഗോപി പറഞ്ഞ പോലെ പുള്ളിയുടെ സിനിമകൾ കണ്ടിട്ട് ഒരുപാട് സമൂഹം പയ്യന്മാർ ചീത്തയാവുന്ന പറഞ്ഞ് പുള്ളി ഒരു 4-5 കൊല്ലം സിനിമയിൽ അഭിനയിക്കായിരുന്നു എന്നും പറഞ്ഞ് എല്ലാവരും രക്ഷപ്പെട്ട ഇല്ല. ഒരിക്കലല്ല. അപ്പം ആൾക്കാരുടെ മെൻറ്റാലിറ്റി, പിള്ളേരുടെ മെൻറ്റാലിറ്റി ഈ പറഞ്ഞില്ലേ, പിള്ളേരെയൊക്കെ നമ്മുടെ പഴയ ആ ഒരു ഇതൊക്കെ വരണം. ഈ പറഞ്ഞ പോലെ അച്ഛനമ്മമാരെ കൺട്രോൾ ചെയ്യുന്ന ഒരവസ്ഥയും അല്ലെങ്കിൽ അധ്യാപകർ തല്ലുന്ന ശിക്ഷിക്കുന്ന അവസ്ഥയൊക്കെ വരണം. അപ്പോൾ പിള്ളേർ നന്നാവും. പിള്ളേർ വലുതായി വരുമ്പോൾ ആ സമൂഹം നന്നാവും. അത്രയേ ഉള്ളൂ.